ചോദ്യം നമ്പർ 751 ശ്രീ ആർ രാമചന്ദ്രൻ, ബഹുമാനപ്പെട്ട ആരോഗ്യവും സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി. സർ, കേരള സംസ്ഥാനത്ത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന് തുല്യമായൊരു സ്ഥാപനം സ്ഥാപിക്കുന്നതിന് അനുയോജ്യമായ ഒന്നിലധികം സ്ഥലങ്ങൾ കണ്ടെത്തി അറിയിക്കണമെന്നും ഈ ഭൂമി സൗജന്യ നിരക്കിലായിരിക്കണമെന്നും ഭൂമിയിലേക്ക് നല്ല റോഡ് മാർഗം ഉണ്ടായിരിക്കണമെന്നും ജലം, വൈദ്യുതി എന്നിവയുടെ ലഭ്യത പര്യാപ്തമായിരിക്കണമെന്നുമുള്ള നിബന്ധനകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി മുഖാന്തരം കേന്ദ്ര സർക്കാർ 19/6/2014 കേരള സംസ്ഥാന സർക്കാരിനെ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് താഴെ പറയുന്ന 4 സ്ഥലങ്ങൾ കണ്ടെത്തുകയും പ്രസ്തുത സ്ഥാപനം നിർമ്മിക്കുന്നതിന് പര്യാപ്തമാണെന്ന് കേന്ദ്ര സർക്കാരിനെ 16/7/2014 അറിയിക്കുകയും ഉണ്ടായി. ഇതിലെ ഒന്ന് കോഴിക്കോട് ജില്ലയിലെ കിനാലൂരിൽ KSIDCയുടെ പക്കലുള്ള 200 ഏക്കർ സ്ഥലം, തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകര നെട്ടുകാൽത്തേരിയിലുള്ള തുറന്ന ജയിലിനോടനുബന്ധിച്ചുള്ള സ്ഥലം 263.45 ഏക്കർ, കോട്ടയം ജില്ലയിലെ സർക്കാർ മെഡിക്കൽ കോളേജിൻ്റെ അധീനതയിലുള്ള സ്ഥലം 248.21 ഏക്കർ, എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിൽ ഹിന്ദുസ്ഥാൻ മെഷീൻ ടൂൾസിൻ്റെ അധീനതയിലുള്ള സ്ഥലം 200 ഏക്കർ. ഇതാണ് പ്രപ്പോസ് ചെയ്തിട്ടുള്ള സ്ഥലം. കേന്ദ്ര സർക്കാർ ഘട്ടം ഘട്ടമായി തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാനങ്ങൾക്കാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് നിലവാരമുള്ള സ്ഥാപനം അനുവദിക്കുന്നതെന്നും 2015-16 വാർഷിക ബഡ്ജറ്റിൽ ഇന്ത്യൻ യൂണിയന് കീഴിലുള്ള 5 സംസ്ഥാനങ്ങളായ ജമ്മു കാശ്മീർ, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, അസം, തമിഴ്നാട് എന്നിവയ്ക്കാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പ്രകാരമുള്ള സ്ഥാപനം ഈ ഘട്ടത്തിൽ അനുവദിച്ചതെന്നും ഇനി തുടർന്നുള്ള ഘട്ടങ്ങളിൽ കേരള സംസ്ഥാനത്തിനും ഈ സ്ഥാപനം അനുവദിക്കാൻ തയ്യാറാണെന്നും കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി മുഖാന്തരം കേന്ദ്ര സർക്കാർ ഈ സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. ഇതിൻ പ്രകാരം സ്ഥാപനം ലഭ്യമാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് 4/6/2016 കേന്ദ്ര സർക്കാരിന് ഓർമ്മക്കുറിപ്പ് അയച്ചിട്ടുണ്ട്. ബി ഉണ്ട്. സി, സ്പെഷ്യൽ ഓഫീസറെ ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല. മേൽപ്പറഞ്ഞ 4 സ്ഥലങ്ങൾ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. ആയത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം ലഭിച്ചാൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണ്. ഡി ബാധകമല്ല. ശ്രീ ആർ രാമചന്ദ്രൻ. സർ, പോസ്റ്റ്മോർട്ടം, ആന്തരാവയവങ്ങളുടെ രാസപരിശോധന തുടങ്ങി സംസ്ഥാന ആഭ്യന്തര വകുപ്പിനെ സഹായിക്കാൻ കഴിയുന്ന എയിംസ് കേരളത്തിൽ സ്ഥാപിക്കുന്നതിന് അന്യ സംസ്ഥാന ലോബികളും സ്വകാര്യ മെഡിക്കൽ കോളേജുകളും തടസ്സം നിൽക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ അത് അതിജീവിക്കാൻ ആവശ്യമായ നടപടികൾ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ടോ? സർ, അങ്ങനെ ഒരു ലോബിയുടെ പ്രവർത്തനം എന്നുള്ള നിലയിൽ വ്യക്തമായിട്ട് അങ്ങനെ സർക്കാരിൻ്റെ മുമ്പിൽ യാതൊരു തെളിവുമില്ല. സർക്കാർ ശ്രമിക്കുന്നത് എയിംസ് ഇവിടെ അനുവദിച്ച് കിട്ടുന്നതിനാണ്. അതിനാവശ്യമായി കേന്ദ്ര ഗവൺമെൻറ്റിൽ സമ്മർദ്ദം ചെലുത്തുന്നതിന് ഈ സർക്കാർ വന്നതിന് ശേഷം തയ്യാറായിട്ടുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ആതുര ശുശ്രൂഷ രംഗത്ത് സംസ്ഥാനത്തിന് വൻ മുന്നേറ്റം ഉണ്ടാക്കുന്നതിന് സാധ്യതയുള്ള ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കേരളത്തിൽ സ്ഥാപിക്കുന്നതിനു വേണ്ടി നിലവിൽ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും മെഡിക്കൽ കോളേജിന് എയിംസ് പദവി നൽകി വികസിപ്പിക്കുന്നതിന് കഴിയുമോ? ആ വഴിക്ക് ഗവൺമെൻറ് ഭാഗത്തുനിന്ന് വല്ല ശ്രമവും ഉണ്ടോ? സർ, നിലവിലുള്ള മെഡിക്കൽ കോളേജുകളെ ഏറ്റവും മികച്ച കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. എയിംസ് നിലവാരത്തിലേക്ക് ഈ മെഡിക്കൽ കോളേജുകളെ ഉയർത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടും രണ്ടാണ്. എയിംസിൻ്റെ ഒരു ഘടകം ഇവിടെ സ്ഥാപിക്കുക എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. നിലവിലുള്ള മെഡിക്കൽ കോളേജുകളെ എയിംസ് പദവിയിലേക്ക് ഉയർത്തുന്നതാണ്. ശ്രീ മുല്ലക്കര രത്നാകരൻ. സാർ, കേരളത്തിൻ്റെ ചിരകാലമായിട്ടുള്ള ഒരു ആവശ്യമാണ് എയിംസ് നിലവാരത്തിലുള്ള ഒരു മെഡിക്കൽ സംവിധാനം കേരളത്തിൽ രൂപപ്പെടുത്തുക എന്നത്. കഴിഞ്ഞ ഗവൺമെൻറ് കത്തെഴുതി അവർ പരിഗണിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അതിന് പരിഹാരം ഉണ്ടായില്ല. കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അലോപ്പതി മരുന്ന് കഴിച്ച് ജീവിക്കുന്നവരും രോഗം കൊണ്ട് വലയുന്നവരും പല പുതിയ രോഗങ്ങളും വിരുന്ന് വരുന്ന പോലെ വരുന്നവരുമായ ഈ സംസ്ഥാനത്ത് സത്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ഇത്തരം ഒരു മെഡിക്കൽ ഗവേഷണ പഠന സംവിധാനം ഉണ്ടാക്കേണ്ടത് ഏറ്റവും ആദ്യം ചെയ്യേണ്ടതാണ്. അതിനുവേണ്ടി സ്ഥലം ഉൾപ്പെടെ കണ്ടെത്തണമെന്ന അവരുടെ നിർദ്ദേശമെല്ലാം അംഗീകരിച്ചിട്ടും ഇപ്പോഴും ഒരു ജാതി തടസ്സം പോലെ ഇഴഞ്ഞുപോക്ക് പോലെ നിൽക്കുന്നതിന് തീർച്ചയായിട്ടും കൂടുതൽ സമ്മർദ്ദം ചെലുത്താനുള്ള, അതിൽ ബന്ധപ്പെട്ട ഏത് സമ്മർദ്ദത്തിനും ഏത് തരത്തിലുള്ള സമ്മർദ്ദത്തിനും ഗവൺമെൻറ് വഴിവെക്കുന്ന വിധം തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നു. സർ, ഇതിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയെ കാണുകയും
എയിംസ് കേരളത്തിന് അനുവദിച്ചു തരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് അനുഭാവപൂർണ്ണമായി പരിഗണിക്കാമെന്ന് തന്നെയാണ് കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുള്ളത്. ഒരു വിദഗ്ധ സംഘത്തെ ഈ പറയുന്ന സ്ഥലങ്ങൾ, നമ്മൾ നിർദ്ദേശിച്ചിട്ടുള്ള സ്ഥലങ്ങൾ പരിശോധിക്കുന്നതിനും മറ്റ് സാധ്യതകൾ ആരായുന്നതിനും ഒരു വിദഗ്ധ സംഘത്തെ അയക്കണമെന്നും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയോട് പറഞ്ഞിരുന്നു. അതനുസരിച്ച് അയക്കാമെന്നും പറഞ്ഞിരുന്നു. പക്ഷേ ഇതേവരെ അങ്ങനെ ഒരു വിദഗ്ധ സംഘം ഇവിടെ വന്നിട്ടില്ല എന്നുള്ളതാണ്. സംസ്ഥാന ഗവൺമെൻറ് പരമാവധി സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്. ശ്രീ കെ രാജൻ. സാറ്, കഴിഞ്ഞ കുറേ ദിവസമായി നമ്മുടെ മലയാള പത്രങ്ങളിൽ എയിംസ് സംബന്ധിച്ചിട്ടുള്ള വലിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കേരളകൗമുദി തന്നെ എഴുതിയിട്ടുള്ളത് കേന്ദ്രമന്ത്രിയെ കൂട്ടുപിടിച്ച് എയിംസ് അട്ടിമറിക്കാൻ സ്വകാര്യ കോളേജുകൾ നീക്കം നടത്തുന്നു എന്നാണ്. സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ. എയിംസിൻ്റെ വരവ് വളരെ ശ്രദ്ധേയമായ, വളരെ വിപ്ലവകരമായ ഒരു മാറ്റമായിരിക്കും സൃഷ്ടിക്കാൻ പോകുന്നത്. ടെക്നോളജി ട്രാൻസ്ഫറിൻ്റെ സാധ്യതകൾ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തി വികസ്വര രാജ്യങ്ങളുടെ സാങ്കേതികവിദ്യ സ്വന്തമാക്കാനും കൂടുതൽ മനുഷ്യ വിഭവശേഷി ഉപയോഗിക്കാനും നമുക്ക് കഴിയുന്ന തരത്തിലുള്ള ഒരു വലിയ പദ്ധതിയാണ് 2 വർഷക്കാലം മുമ്പ് എയിംസ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോൾ കേന്ദ്ര സർക്കാർ, ഈ സഭയുടെ ശ്രദ്ധ പ്രത്യേകമായി പെടേണ്ടതാണ്. കേന്ദ്ര സർക്കാർ ഓരോ സംസ്ഥാനങ്ങളിലേക്കും എല്ലാ മേഖലയിലെയും സാധനങ്ങൾ, ആരോഗ്യം, ട്രാൻസ്പോർട്ട്, എല്ലാ മേഖലയിലും സാധനങ്ങൾ അനുവദിക്കുന്നത് പ്രത്യേകമായി മാർക്കിടുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അല്ലാതെ ഒരു സംസ്ഥാനത്തിൻ്റെ ആവശ്യകത പരിഗണിച്ചല്ല. ഈ ഗൗരവം പരിഗണിച്ചുകൊണ്ട് എനിക്കറിയാം നേരത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് സഭയുടെ മുമ്പിൽ, കേന്ദ്ര ഗവൺമെൻറ് മുമ്പിൽ ഉന്നയിച്ചാണ്. പക്ഷേ ഈ പ്രത്യേക പ്രശ്നം പരിഗണിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് എയിംസ് മേടിക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക സംഘം പോവുകയും അതിൻ്റെ ആവശ്യകത കേന്ദ്ര ഗവൺമെൻറ്റിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മാർക്കടൽ സംവിധാനത്തിനേക്കാൾ അപ്പുറത്ത് കേരളം ഉയർത്തിപ്പിടിച്ച ആരോഗ്യ മേഖലയിലെ ഒരു നേട്ടത്തിന് അനുകൂലമായി വരുന്ന ഒരു സംവിധാനമായി ഇതിനെ കൊണ്ടുവരാൻ ഗവൺമെൻറ് പ്രത്യേകമായ പരിഗണന ഉണ്ടാക്കുമോ എന്നുള്ളതാണ് ചോദ്യം. സർ, ഇതിൽ എത്ര സമ്മർദ്ദം ചെലുത്താനും ഗവൺമെൻറ് തയ്യാറാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പോയതിന് ശേഷം ഞാനും കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയെ സന്ദർശിച്ചിരുന്നു. ആ സമയത്തും എയിംസിൻ്റെ കാര്യം പ്രത്യേകിച്ച് സൂചിപ്പിച്ചിരുന്നു. അപ്പോഴും ഒരു വിദഗ്ധ സംഘത്തെ അയക്കാം, കേന്ദ്ര ധനകാര്യ വകുപ്പിൻ്റെയും പ്രധാനമന്ത്രിയുടെയും എല്ലാ സമ്മതത്തോടു കൂടി അതിനുള്ള തീരുമാനം ഉണ്ടാക്കാം എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി പറഞ്ഞിരുന്നത്. ഇനി പ്രത്യേക സംഘം പോകുന്ന കാര്യമാണെങ്കിൽ അത് ആലോചിച്ച് തീരുമാനിക്കാൻ പിന്നീട് ശ്രമിക്കാം. 3 സ്ഥലമാണ് നേരത്തെ നമ്മൾ നിർദ്ദേശിച്ചത്. 4 സ്ഥലം. ഇത് കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിക്കട്ടെ എന്നുള്ള നിലപാടാണ് നേരത്തെ എടുത്തത്. സർ, ഇതിന് എന്തിനാണ് അങ്ങനെ ഒരു നിലയെടുക്കുന്ന? ഒരു സ്ഥലം കേരളത്തിന് തന്നെ നിർദ്ദേശിക്കാമല്ലോ. അതുകൊണ്ട് സർക്കാർ ഒരു സ്ഥലം നിർദ്ദേശിച്ച് അവിടെ അനുമതി തരണമെന്ന് പറയുന്നതായിരിക്കും കൂടുതൽ നന്നാകുക എന്നാണ് തോന്നുന്നത്. ഒരു പ്രത്യേക പ്രതിനിധി സംഘം പോയാലും ഇത് തന്നെയാണ് പറയുക, നിങ്ങളൊരു സംഘം വരണം, പരിശോധിക്കണം, ഈ 4 ഏതാണ് നല്ലത് എന്ന് നിങ്ങൾ പറയണം എന്ന് നിർദ്ദേശിക്കുകയാണ് ചെയ്യുക. അതിന് പകരം ഏതാണോ സ്ഥലം എന്ന് തീരുമാനിക്കുക, ആ സ്ഥലം പറഞ്ഞാൽ അതിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് എന്താ നിലപാട് നോക്കാൻ. ആയിക്കോട്ടെ. കേന്ദ്ര ഗവൺമെൻറ് ആവശ്യപ്പെട്ടത് തന്നെ 3 സ്ഥലം സജസ്റ്റ് ചെയ്യാനായിട്ടാണ്. 4 സ്ഥലം സജസ്റ്റ് ചെയ്തിട്ട് അവരുടെ ടീം വന്ന് തിരഞ്ഞെടുക്കുമെന്ന് പറഞ്ഞു. അല്ലാതെ നമുക്കൊരു സ്ഥലം തിരഞ്ഞെടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, അന്ന് തിരഞ്ഞെടുക്കുകയും ചെയ്യാമായിരുന്നു. പക്ഷേ കേന്ദ്രത്തിൽ നിന്ന് വന്ന നിർദ്ദേശം നിങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ സാധിക്കുന്ന 4 സ്ഥലങ്ങൾ പോയിൻ്റ് ഔട്ട് ചെയ്യാൻ പറഞ്ഞു. നമ്മൾ പോയിൻ്റ് ഔട്ട് ചെയ്തു. അതനുസരിച്ച് അവർ വന്ന് പരിശോധിച്ചു. സർ, അതിന് വേണ്ടത്ര സമയമായി. ഞാൻ പണ്ട് ചെയ്ത നിലപാട് തെറ്റാണെന്നല്ല പറയുന്നത്. വേണ്ടത്ര സമയമായി 4 സ്ഥലം നമ്മൾ നിർദ്ദേശിച്ചു. ഇതേവരെ അവരെ ഭാഗത്ത് നിന്ന് യാതൊരു പ്രതികരണവും ഇല്ല. സംഘം വരണം എന്ന് പറഞ്ഞു, സംഘവും വന്നിട്ടില്ല, ഒരു പരിശോധനയും നടക്കുന്നില്ല. അപ്പോൾ നമുക്കിനി പറയാവുന്നത് ഇതിൽ ഈ സ്ഥലമാണ് ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നത്, നിങ്ങൾ അവിടത്തേക്ക് തരണം എന്ന് പറഞ്ഞാൽ അവർക്ക് എന്താണോ പറയാനുള്ളത് അത് പറയട്ടെ, ആ നില നമുക്കെടുക്കാം. ശ്രീ എൽദോ എബ്രഹാം. സർ, കേരളത്തിലെ ജനങ്ങളുടെ സ്വപ്നമാണ് യഥാർത്ഥത്തിൽ എയിംസ്. എൻ്റെ ചോദ്യം, കേരളത്തിൽ നിന്ന് യഥേഷ്ടം കേന്ദ്ര മന്ത്രിമാരും കേരളത്തിലെ ഭരണവും ഒക്കെ ഉണ്ടായ ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ കത്തയക്കലിൽ മാത്രമായി എയിംസ് എന്ന സ്വപ്നം പരിണമിച്ചു എന്നുള്ളതിൽ തർക്കമില്ല. കത്തുകൾക്കപ്പുറത്ത് കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ശക്തമായ സമ്മർദ്ദം എയിംസ് കേരളത്തിലേക്ക് കൊണ്ടുവരുവാൻ നടത്തുമോ എന്നാണ് എൻ്റെ ചോദ്യം. സാർ, ഇവിടെ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം കത്തയക്കുക മാത്രമല്ല, ഞാൻ സൂചിപ്പിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഞാനും എല്ലാം കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയെ കണ്ടു തന്നെ ഈ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഈ 4 സ്ഥലത്തിൽ ഒരു സ്ഥലം നിർദ്ദേശിച്ചുകൊണ്ട് വീണ്ടും കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് അയക്കാം എന്നുള്ളതാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. ശ്രീ വി എസ് ശിവകുമാർ. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ഗവൺമെൻറ്
കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ലെറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ 4 സ്ഥലമാണ് അവർ ചോദിച്ചത്. ചോദിക്കാൻ കാരണം ഒരു സ്ഥലത്ത് എന്തെങ്കിലും കുറവുകളുണ്ട് എങ്കിൽ മറ്റേ സ്ഥലം പരിഗണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സമയബന്ധിതമായിട്ട് തന്നെ 4 സ്ഥലങ്ങൾ നിർദ്ദേശിക്കുകയും അത് കഴിഞ്ഞ് വീണ്ടും ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ അവർ ചെക്ക് ലിസ്റ്റ് അയച്ചു. അതുമായി ബന്ധപ്പെട്ടിട്ട് റെയിൽ, റോഡ്, വാട്ടർ സൗകര്യങ്ങൾ, അതിൻ്റെ സംവിധാനങ്ങൾ വേണം, മറ്റ് അടിസ്ഥാനപരമായ കുറേ സൗകര്യങ്ങൾ സംസ്ഥാന ഗവൺമെൻറ് ഏർപ്പെടുത്തണമെന്ന് പറഞ്ഞു. അതും സംബന്ധിച്ച് ചെക്ക് ലിസ്റ്റിൻ്റെ മറുപടിയായിട്ട് നമ്മൾ അയച്ചു. അതാത് ജില്ലാ കളക്ടർമാരുടെ റിപ്പോർട്ട് സഹിതമാണ് അയച്ചത് സാർ. എന്നിട്ട് കഴിഞ്ഞ ഗവൺമെൻറ് സമയത്ത് മുഖ്യമന്ത്രിയും ഞാനും ഡൽഹിയിൽ പോയി ചോദ്യം ചോദിക്കും സാർ. അത് പ്രധാനമന്ത്രിയെ കണ്ടു, അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിമാർ 2 പേരെയും കണ്ടു. കത്തയക്ക് മാത്രമല്ല സാർ, അത് കഴിഞ്ഞിട്ട് ഇവിടെ RCCയുടെ തറക്കല്ലിടാൻ വന്നപ്പോൾ മന്ത്രിയോട് സംസാരിച്ചു സാർ. എന്നിട്ട് ഇപ്പോൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കണ്ടപ്പോൾ പറഞ്ഞത് കേന്ദ്ര ധനകാര്യ വകുപ്പ് ഇതിന് അനുമതി നൽകുന്നില്ല എന്നുള്ളതാണ് സാർ. കഴിഞ്ഞ 1 വർഷമായിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക. പ്ലീസ് ദയവായി പ്രസ്താവന നടത്തരുത്. അങ്ങ് ചോദ്യം ചോദിക്കും സാർ. ബഡ്ജറ്റ് വരികയാണ്, മന്ത്രിയുടെ മറുപടി വരേണ്ട സമയമല്ല സാർ. ഈ ബഡ്ജറ്റ് വരികയാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ചോദ്യം, ബഡ്ജറ്റ് വരുന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ പ്രാവശ്യമെങ്കിലും നമ്മുടെ സംസ്ഥാനത്തിന് എയിംസ് അനുവദിച്ച് കിട്ടുന്നതിലേക്ക് വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഇത് സംബന്ധിച്ചിട്ട് വളരെ ശക്തമായ സമ്മർദ്ദം, ഡൽഹിയിൽ പോയിട്ട് തന്നെ സംസാരിച്ചില്ല എങ്കിൽ ഈ വർഷവും നമുക്ക് കിട്ടില്ല. രാഷ്ട്രീയമായ താല്പര്യങ്ങളുടെ പേരിലാണ് കേന്ദ്ര ഗവൺമെന്റ് പല തീരുമാനങ്ങൾ എടുക്കുന്നത് സാർ. സാർ, അതോടൊപ്പം ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ട് സാർ. മന്ത്രി ഇവിടെ സൂചിപ്പിക്കുന്ന പല പ്രസംഗങ്ങളിലും ബഹുമാനീയ മന്ത്രി പറയുന്നുണ്ട്, കോഴിക്കോട് മെഡിക്കൽ കോളേജിനെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ എയിംസിന്റെ നിലവാരത്തിലേക്ക് ഉയർത്തും എന്ന് പറയുന്നുണ്ട് സാർ. അത് ഇപ്പോൾ PMSSI സ്കീം അനുസരിച്ചിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അതിൻ്റെതായ ഡെവലപ്മെന്റുകൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിന് 125 കോടി രൂപ അനുവദിച്ചു. അപ്പോൾ ഉത്തരം പറയാനും പ്രസ്താവന നടത്താൻ ഈ സമയം സാർ, അതല്ല സാർ, ക്വസ്റ്റ്യനിലേക്ക് വരികയാണ് സാർ. അങ്ങേക്ക് കാര്യങ്ങളെല്ലാം അറിയാം. കോഴിക്കോട് മെഡിക്കൽ കോളേജിന് 125 കോടി രൂപ അനുവദിക്കുന്നതിനുപരിയായി എയിംസ് മോഡലിലേക്ക് കൊണ്ടുവരുന്നതിന് എത്ര കോടി രൂപയാണ് അനുവദിക്കുന്നത്? ആ എയിംസ് മോഡൽ എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇതിൽ എയിംസ് മോഡൽ എന്നെല്ലാം പറയുമ്പോൾ എയിംസിലുള്ള ചില സൗകര്യങ്ങൾ ചിലപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉണ്ടാവണമെന്നില്ല. എന്നാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എയിംസിൻ്റെ നിലവാരത്തിലുള്ള നല്ല സൗകര്യമുള്ള മെഡിക്കൽ കോളേജാണ്. അതിൻ്റെ വിശദാംശം പ്രത്യേകിച്ച് ഒരു ചോദ്യം തയ്യാറാക്കി തരുന്ന പക്ഷേ ഞാനത് പറയുന്നതാണ്. ഇവിടെ പറഞ്ഞത് അവിടെ എന്തെങ്കിലും കൂടുതൽ നിലവാരമുണ്ടെങ്കിൽ ആ നിലവാരം ഇവിടുത്തെ മെഡിക്കൽ കോളേജുകൾക്കും ഉണ്ടാകണം എന്നുള്ളതാണ്. ആ നിലവാരത്തിലേക്ക് ഈ മെഡിക്കൽ കോളേജുകളുടെ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് ഉയർത്തണം എന്നുള്ളതാണ്. അവിടെ PMSSI മാത്രമല്ല, കേരള ഗവൺമെൻറ് എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം പ്രത്യേക ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് പറയാവുന്നതാണ് സാർ. ഇതിൽ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം നല്ല പരിശ്രമം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞു. ഇനിയിപ്പം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ നമ്മളൊരു പ്രത്യേക സ്ഥലം തന്നെ നിർദ്ദേശിച്ചുകൊണ്ട് വീണ്ടും സെൻട്രൽ ഗവൺമെൻറ്റിനെ കാണാം, കത്തയക്കുകയോ കാണുകയോ എന്താണെന്ന് വെച്ചാൽ ഒക്കെ ചെയ്യാമെന്നുള്ളതേ പറയാനുള്ളൂ. ഇതിനകത്ത് ശ്രീ BD ദേവസി. വകുപ്പിൻ്റെ കീഴിലുള്ള കൊരട്ടി ഗാന്ധിഗ്രാം തുക്കുരാഗ ആശുപത്രി വക 110 ഏക്കർ സ്ഥലം ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. ഈ സ്ഥലം കൊച്ചി എയർപോർട്ടിന് 10 കിലോമീറ്റർ അടുത്താണ്. NH47 ചേർന്നതാണ്. എയിംസിനോ അതുപോലെ ആരോഗ്യ മേഖലയിലെ അനുയോജ്യമായ ഏതെങ്കിലും പ്രോജക്റ്റ് നടപ്പാക്കാൻ വേണ്ടി ഈ സ്ഥലം പ്രയോജനപ്പെടുത്താൻ നടപടി സ്വീകരിക്കുമോ? സർ, ഇപ്പോൾ ഇവിടെ പറഞ്ഞത് പ്രകാരം ഈ 4 സ്ഥലം സെൻട്രൽ ഗവൺമെൻറ് അയച്ചിട്ടുള്ള ചെക്ക് ലിസ്റ്റ് പ്രകാരം അതിൻ്റെ എല്ലാ സാധ്യതയും അനുസരിച്ചുള്ള സ്ഥലം തിരഞ്ഞെടുത്ത് അയച്ചതാണ്. ഇനി അതിനേക്കാൾ ഉപരി മറ്റൊരു സ്ഥലത്തെക്കുറിച്ച് ആലോചിക്കണമെന്നുള്ളത് പിന്നീട് തീരുമാനിക്കാവുന്നതാണ്. ശ്രീ പാറക്കൽ അബ്ദുള്ള. കേരളത്തിലെ നിലവിലുള്ള 5 മെഡിക്കൽ കോളേജുകളെ ഉന്നത നിലവാരത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതിനെന്തൊക്കെയാണ് ഇനി ചെയ്യാൻ ശേഷിക്കുന്നത്, അതൊക്കെ ചെയ്യാനാണ് സർക്കാർ ആലോചിക്കുന്നത്. അങ്ങനെ ഉന്നത നിലവാരത്തിലെത്തുമ്പോഴായിരിക്കും ചിലപ്പോൾ ലോക നിലവാരത്തിലേക്ക് വരിക. അപ്പോൾ പടിപടിയായിട്ട് മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തണമെന്നാണ് സർക്കാർ ആലോചിച്ചത്. അങ്ങനെ സർക്കാർ ഒരു പ്രഖ്യാപനം നടത്തിയപ്പോൾ വിവിധ മേഖലകളിൽ പല ആളുകളും സ്ഥാപനങ്ങളുമെല്ലാം തന്നെ ഗവൺമെൻറ്റിൻ്റെ ഈ പരിശ്രമത്തെ സഹായിക്കാൻ വേണ്ടി തങ്ങളും കൂടി സഹായിക്കാൻ ഒരുക്കമാണെന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്നുണ്ട്. അതിലൊന്നാണ് മാതൃഭൂമി മിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള സഹായം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് മാതൃഭൂമിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ളത്. ഗവൺമെൻറ് അതുമായിട്ട് സഹകരിച്ചിട്ടുണ്ട്. മാതൃഭൂമി അങ്ങനെ പ്രഖ്യാപിച്ചപ്പോൾ മറ്റു പലരും ഈ മെഡിക്കൽ കോളേജിന് സഹായ വാഗ്ദാനമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്നുള്ളത് സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരമാണ് അവിടെ ഉപയോഗപ്പെടുത്തുക. അതെല്ലാം കൂടി ചേരുമ്പോൾ നല്ല നിലവാരമുള്ള മെഡിക്കൽ കോളേജായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാറും എന്നാണ് പ്രതീക്ഷ. ശ്രീ K. കുഞ്ഞിരാമൻ. അതൊക്കെ ശരിയാണ്, ചോദിച്ചോളൂ. ചോദിച്ചോളൂ സർ. ഈ മെഡിക്കൽ സയൻസ് കോളേജ് പോലുള്ള പരിപാടി അല്ലെങ്കിൽ ഇതുപോലെ മറ്റു പലതും കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിന് നൽകുന്നു,
എന്ന് പ്രഖ്യാപിച്ചിട്ട് ഒന്നും നമ്മുടെ നാട്ടിൽ കിട്ടുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട വസ്തുത സർ. ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാർ കേരളത്തിന് മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്താണ് കാസർഗോഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റി തുടങ്ങിയത് സർ. ആ സെൻട്രൽ യൂണിവേഴ്സിറ്റി തുടങ്ങുമ്പോൾ അവിടുത്തെ തറക്കല്ലിടൽ പരിപാടി വെച്ചിട്ട് കേന്ദ്രമന്ത്രിയും മുഖ്യമന്ത്രിയും പ്രഖ്യാപിച്ചതാണ് കാസർഗോഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ തന്നെ മെഡിക്കൽ കോളേജ്. ആ മെഡിക്കൽ കോളേജും ഇതുവരെ ആ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നില്ല സർ. കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് പലതരത്തിലുള്ള നടപടിയും സ്വീകരിച്ചു. ആ സ്വീകരിച്ച നടപടിയൊന്നും കേന്ദ്രം സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ്. അതേപോലെയാണ് ഈ മെഡിക്കൽ സയൻസും ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. പത്രക്കാരെല്ലാം വലിയ കൂട്ടിഘോഷിക്കുകയാണ്, കേരളത്തിൽ എന്തോ കിട്ടുന്നു വലിയ തരുന്നത്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് തരുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട വസ്തുത. ഈ മെഡിക്കൽ സയൻസ് കൊണ്ടുവരുന്നതോടൊപ്പം തന്നെ കാസർഗോഡ് പ്രഖ്യാപിച്ച മെഡിക്കൽ കോളേജ് കൊണ്ടുവരുന്നതിന് വേണ്ടി കേരള ഗവൺമെൻറ് നന്നായി ഇടപെടണം, കൊണ്ടുവരാൻ ശ്രമിക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. സർ, ഇപ്പോൾ നമുക്കിവിടെ എല്ലാവരും ആഗ്രഹം പ്രകടിപ്പിച്ചതുപോലെ എയിംസ് കേരളത്തിൽ കൊണ്ടുവരുന്നതിനുള്ള ശ്രമം നടത്താം. അതിനുശേഷം നമുക്ക് മറ്റ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആലോചിക്കാം. ശ്രീ അടൂർ പ്രകാശ്. സർ, ആരോഗ്യ രംഗത്ത് കേരളം എല്ലാ കാലഘട്ടത്തിലും മാതൃക കാണിച്ചിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. സർ, ആ മാതൃക നമ്മൾ കാണിച്ചു എന്ന് പറയുമ്പോൾ ചികിത്സാ രംഗത്തും അതുപോലെ നമ്മളെ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി ഒരുക്കുന്ന കാര്യത്തിൽ. സർ, ഈ അടുത്ത സമയത്ത് നമ്മുടെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലൊന്ന് പോയി. അദ്ദേഹം തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോയി ഒരു സന്ദർശനം കഴിഞ്ഞ് മടങ്ങി ലിഫ്റ്റിൽ കയറി ഏതാണ്ട് അരമണിക്കൂറോളം ആ ലിഫ്റ്റിൽ നിന്ന് സർ. പ്ലീസ് ഇതൊന്നും 3/4 മണിക്കൂർ അരമണിക്കൂർ ലിഫ്റ്റിൽ നിന്നതാണ് പത്രത്തിൽ വന്നിട്ടുള്ളത്. സർ, അതിന് ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ മെഡിക്കൽ കോളേജുകളുടെ ആധുനികവൽക്കരണം എന്ന് പറയുന്ന ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ആ മെഡിക്കൽ കോളേജ് സാർ, എയിംസുമായി ബന്ധപ്പെട്ട് എയിംസിൽ കൊടുക്കുന്ന സൗകര്യങ്ങൾ നമ്മളിവിടെ ഒരുക്കണം. അല്ലെ പിന്നെ മെഡിക്കൽ കോളേജിന്റെ കാര്യമില്ല. 5 മെഡിക്കൽ കോളേജുകൾ. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തുള്ള ഈ 5 മെഡിക്കൽ കോളേജുകൾ സാർ ഇത്തരം പ്രവർത്തിക്കാതിരിക്കുന്ന ചില ലിഫ്റ്റുകളുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ ഒന്ന് അങ്ങ് നേരിട്ട് പോയി ഒന്ന് പരിശോധന നടത്തി അതിനാവശ്യമായ ചോദ്യം കിട്ടാൻ ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിക്കാനാണ്. ഒരു കാര്യം മാത്രമേ നിർദ്ദേശിക്കാനുള്ളൂ. അങ്ങ് ആ ലിഫ്റ്റിൽ കയറരുത്. ലിഫ്റ്റിൽ കയറി കിടന്നാൽ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞ് അങ്ങനെ. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നടപടി എടുക്കുന്നതിന് എന്തെങ്കിലും നടപടി സ്വീകരിക്കാൻ സർ, പ്രതിപക്ഷ നേതാവ് അവിടെ ലിഫ്റ്റിൽ കുടുങ്ങിയ വിവരം അറിഞ്ഞ ഉടനെ തന്നെ ഞാൻ അവിടുത്തെ സൂപ്രണ്ടിനെയും പ്രിൻസിപ്പാളിനെയും ഒക്കെ വിളിച്ചിരുന്നു. അപ്പോൾ ആദ്യം പുറത്തു വന്ന വാർത്ത ലിഫ്റ്റിൽ ആവശ്യത്തിലധികം ആളുകൾ കയറിയിട്ടാണ് ലിഫ്റ്റ് നിന്നുപോയത്. പക്ഷേ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് ഞാൻ ഇന്നലെ ചോദിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു അതല്ല, അത്രയധികം ആളുകൾ കയറിയിട്ടില്ല. ഞാൻ അദ്ദേഹം പറഞ്ഞതിനെ മുഖവിലൊക്കെ എടുക്കുകയാണ്. അതെ. അപ്പോൾ സർ, നമ്മുടെ മെഡിക്കൽ കോളേജുകൾ നല്ല മികവുറ്റ കേന്ദ്രങ്ങളാക്കണം എന്ന് പറയുമ്പം ഇതൊക്കെ തന്നെയാണ് പരിശോധിക്കേണ്ടത്. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ 5 ലിഫ്റ്റ് വർഷങ്ങളായിട്ട് കേടായി കിടക്കുകയായിരുന്നു എന്ന് അവിടെ പരിശോധന നടത്താൻ ആദ്യം ഞാൻ പോയപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. അത് നന്നാക്കാൻ അതവിടെ സ്ഥാപിച്ച കമ്പനിക്കാർ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. ഞങ്ങൾ അവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടു. 5 ലിഫ്റ്റും ഇപ്പം നന്നാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ ലിഫ്റ്റും കൂടി നന്നാക്കണം. ഞാൻ ഒരു തവണ ഇവിടെ സന്ദർശനം നടത്തിയതാണ്, ഇവിടെ ചർച്ച ചെയ്തതാണ്. ഈ പഴയ ഉപകരണങ്ങളെല്ലാം കാലാകാലമായി പ്രതിപക്ഷ നേതാവ് കുടുങ്ങിയ ലിഫ്റ്റ് വേഗം നന്നാക്കണം. ഈ ലിഫ്റ്റും നന്നാക്കേണ്ടതാണെങ്കിൽ ഒന്നുകൂടി പരിശോധിക്കാം സർ. എന്താ അതിന്റെ കേടായത് കാര്യം പരിശോധിക്കാം. നന്നാക്കേണ്ടതാണെങ്കിൽ ഉടനെ അത് നന്നാക്കാനുള്ള നടപടി സർക്കാർ സ്വീകരിക്കും. നന്നാക്കുന്നുണ്ട്. ശ്രീ കെ വിജയൻ നന്നാക്കുന്നുണ്ട് സർ. പണി നടക്കുന്നുണ്ട്. എയിംസ് ഉൾപ്പെടെയുള്ള മെഡിക്കൽ സ്ഥാപനങ്ങൾ വരണമെന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ നാട്ടിലെ രോഗത്തിൻ്റെ അളവ് വർദ്ധിക്കുന്നതിൻ്റെ ഭാഗം കൂടിയാണ്. എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ ഈ മലബാർ മേഖലയിൽ, പ്രത്യേകിച്ച് വടകര, തലശ്ശേരി മേഖല ചേർന്നുകൊണ്ട് വലിയ തോതിൽ ക്യാൻസർ, വൃക്ക സംബന്ധമായ രോഗം വരികയാണ്. അതിനെക്കുറിച്ചൊരു പഠനം നടത്താൻ ഗവൺമെൻറ് തയ്യാറാകേണ്ടതുണ്ട്. അത്ര വ്യാപകമാണ് രോഗത്തിൻ്റെ അളവ്. അവിടെ താങ്ങാൻ കഴിയുന്നില്ല, ജനങ്ങൾക്കും താങ്ങാൻ കഴിയുന്നില്ല. 50 ലക്ഷം 60 ലക്ഷം ജനങ്ങൾ പിരിച്ചെടുത്താണ് വൃക്ക മാറ്റിവെക്കൽ ഉൾപ്പെടെയുള്ള ശസ്ത്രക്രിയകൾ നടക്കുന്നത്. ക്യാൻസറും അതുപോലെ വരികയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇതിങ്ങനെ അവിടെ ആ മേഖലയിൽ വരുന്നു എന്നതിനെക്കുറിച്ച് ഒരു പഠനം നടത്താനുള്ള അതിനുവേണ്ടുള്ളൊരു ഏജൻസിയെ ചുമതലപ്പെടുത്തുമോ എന്നാണ് എൻ്റെ ചോദ്യം. സർ, ഈ ക്യാൻസർ വളരെ വ്യാപകമായിട്ട് വരുന്നുണ്ട്. കുറേ പഠനങ്ങൾ നടത്തിയിട്ടുമുണ്ട്. ഇപ്പോൾ മലബാർ ക്യാൻസർ സെൻ്ററിൻ്റെ നേതൃത്വത്തിൽ കണ്ണൂർ, കാസർഗോഡ്, മാഹി പ്രദേശങ്ങളെക്കുറിച്ചുള്ള ഒരു പഠനം നടത്തി ഒരു രജിസ്ട്രി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള പഠനങ്ങൾ നമുക്ക് ഇനിയും നടത്താവുന്നതാണ്. സർക്കാർ ഇ ഹെൽത്ത് രജിസ്റ്റർ തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായി
കുറേ കൂടി ക്യാൻസറിനെ കുറിച്ച് സംസ്ഥാന തലത്തിലുള്ള വിവരം നമുക്ക് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചോദ്യം നമ്പർ എന്നീ താലൂക്ക് ആശുപത്രികൾ, പേരൂർക്കട ജില്ലാ ആശുപത്രി, തൈക്കാട് വിമൻ ആൻഡ് ചിൽഡ്രൻ സ്പെഷ്യാലിറ്റി ആശുപത്രി, ജനറൽ ആശുപത്രി, TB സെന്റർ, പബ്ലിക് ഹെൽത്ത് ലാബ്, മെഡിക്കൽ കോളേജ് എന്നീ ക്രമത്തിൽ 13 സ്ഥാപനങ്ങളിൽ മാതൃകാ പദ്ധതി നടപ്പിലാക്കിയതിൻ്റെ അവലോകനം നടത്തിയതിനു ശേഷമായിരിക്കും സംസ്ഥാന വ്യാപകമായി പദ്ധതി നടപ്പിലാക്കുക. വളരെ മാതൃകാപരവും കാലാനുസൃതവുമായ ഒരു ശ്രമമാണ് ആരോഗ്യവകുപ്പ് ഈ ഹെൽത്ത് പദ്ധതിയിലൂടെ മുൻപോട്ട് വയ്ക്കുന്നത്. ഇതുമൂലം രോഗികൾക്ക്, പ്രത്യേകിച്ച് വളരെ പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ പൊതു ആരോഗ്യ സംരക്ഷണ കേന്ദ്രങ്ങളിലെത്തുന്ന രോഗികൾക്ക്, ജനങ്ങൾക്ക് പൊതുവിൽ ലഭിക്കാനിടയുള്ള സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് വ്യക്തമാക്കാം. ഒരു രോഗിയുടെ ആരോഗ്യ വിവരങ്ങൾ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തുന്നു ഇലക്ട്രോണിക് രജിസ്റ്ററിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ആധാർ കാർഡിനെ അടിസ്ഥാനമാക്കി ആധാറിലെ രേഖകളെല്ലാം തന്നെ ഇതിൻ്റെ കൂടെ ചേർക്കുന്നതാണ്. അതിലപ്പുറം ഒരു പ്രത്യേക തരത്തിലുള്ള വിവരശേഖരണത്തിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ രോഗിയുടെ ആരോഗ്യ വിവരങ്ങൾ മാത്രമല്ല, ആ പ്രദേശത്തുണ്ടാകുന്ന പകർച്ചവ്യാധിയുടെ സാധ്യതകൾ, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, അത്തരത്തിലുള്ള കാര്യങ്ങളടക്കം വരും. അതുപോലെ തന്നെ വീടിനെ കുറിച്ചുള്ള വിശദാംശം ഉണ്ടാകും. അവിടെ ശൗചാലയമുണ്ടോ, കുടിവെള്ള സ്രോതസ് എങ്ങനെയാണ്, അതിൻ്റെ സംഭരണ രീതി എങ്ങനെയാണ്, മാലിന്യ സംസ്കരണ രീതികൾ എന്തൊക്കെയാണ് തുടങ്ങി ആരോഗ്യവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തപ്പെടും. സാർ, രോഗികൾക്കുള്ള സൗകര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും ഈ രജിസ്റ്ററിൽ രേഖപ്പെടുത്തുന്നതിനാൽ, നെറ്റ്വർക്ക് മുഖാന്തരം എല്ലാ ആശുപത്രികളുമായി ഈ വിവരം പങ്കുവെക്കുന്നതിനാൽ വളരെ പെട്ടെന്ന് തന്നെ അടിയന്തരാവശ്യവുമായി ഹോസ്പിറ്റലിലെത്തുന്ന ഒരു രോഗിക്ക് ഈ രജിസ്റ്ററിൻ്റെ ഭാഗമായിട്ട് എല്ലാ കാര്യങ്ങളും ആ രോഗിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഹോസ്പിറ്റലിൽ അറിയാൻ സാധിക്കുകയും രോഗിയുടെ ബ്ലഡ് ഗ്രൂപ്പ് അടക്കം, തൊട്ടടുത്ത് നടത്തിയിട്ടുള്ള ചികിത്സ അടക്കം, ഏതെങ്കിലും മരുന്നിന് രോഗി അലർജിക്കാണോ എന്നുള്ളതടക്കം വളരെ പെട്ടെന്ന് ഈ വിവരം ഒരു വിരൽത്തുമ്പിൽ ലഭ്യമാകുന്ന അവസ്ഥ വരുമ്പോൾ ചികിത്സ വളരെ ഫലപ്രദമാകുന്നു, വളരെ എളുപ്പമാകുന്നു. അതുപോലെ തന്നെ മറ്റെല്ലാ കാര്യങ്ങളും ഇതിൽ ഹോസ്പിറ്റലിൽ വന്ന് വളരെ പെട്ടെന്ന് തന്നെ ഇത് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് പോകേണ്ടത്. OP ടിക്കറ്റ് വളരെ പെട്ടെന്ന് കിട്ടാനുള്ള സാധ്യതയടക്കം എല്ലാം ഈ ഇലക്ട്രോണിക് സംവിധാനം മുഖേന വരുമ്പോൾ വളരെ രോഗി സൗഹൃദമായിട്ട് ആശുപത്രികൾ മാറും. രോഗികൾക്ക് എല്ലാ സൗകര്യവും ഇതുവഴി ലഭ്യമാകും എന്നുള്ളതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. വളരെയേറെ പ്രയോജനകരമായ നിരവധി കാര്യങ്ങളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് രോഗികൾക്കും ജനങ്ങൾക്കും ലഭിക്കുക എന്നിവിടെ വ്യക്തമാക്കി. സർ, എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ സംസ്ഥാനത്ത് വളരെ പാവപ്പെട്ട BPL-ഉം അതുപോലെ തന്നെ പല രീതിയിലും ദാരിദ്ര്യം അനുഭവിക്കുന്ന ജനങ്ങൾ, നിത്യരോഗികളായിട്ടുള്ള ആളുകൾ ലക്ഷക്കണക്കിനുണ്ട്. ഇവർക്കെല്ലാം സൗജന്യമായി മരുന്ന് ലഭിക്കുന്നതിനാവശ്യമായ സംവിധാനം സർക്കാർ ഒരുക്കുന്നുമുണ്ട്. എന്നാൽ ഒരിക്കലും ഇവർക്ക് ഈ മരുന്ന് ലഭിക്കുന്നില്ല. അങ്ങനെ ലഭിക്കാതെ പോകുന്നതിന് കാരണമാവുന്നത് ഓരോ വർഷത്തേക്കും ആവശ്യമായ മരുന്നുകൾ മുൻകൂട്ടി പ്രൈമറി ഹെൽത്ത് സെൻ്ററിലെ ഡോക്ടർമാർ ഇൻറ്റൻറ്റ് വഴി, DMO വഴി DHS-ൽ അറിയിക്കുകയാണ് ചെയ്യുന്ന സമ്പ്രദായം. എന്നാൽ ഈ മരുന്ന് ലഭിച്ചു വരുമ്പോഴേക്കും രോഗിക്ക് സമയാസമയം കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാകാതെ പോവുകയാണ്. ഈ ഹെൽത്ത് സമ്പ്രദായം നടപ്പാക്കുക വഴി മുൻകൂട്ടി കിടപ്പ് രോഗികളും അതുപോലെ തന്നെ ആജീവനാന്തം മരുന്ന് കഴിക്കേണ്ടി വരുന്നവരുമായ രോഗികൾക്ക് വേണ്ട മരുന്ന് മുൻകൂട്ടി കണക്കാക്കാൻ യാതൊരു പ്രയാസവുമില്ല. ആ രീതിയിൽ കണക്കാക്കുന്ന തോതിൽ മരുന്ന് സംസ്ഥാനത്ത് എല്ലാ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളിലും ലഭ്യമാക്കുകയും ഇത്തരത്തിൽ ജീവിതാന്ത്യം വരെ മരുന്ന് കഴിക്കേണ്ടി വരുന്ന രോഗികൾക്ക്, വളരെ പാവപ്പെട്ട ആളുകൾക്ക് കൃത്യമായി മരുന്ന് കൊടുക്കുന്നതിന് ഈ ഹെൽത്ത് സമ്പ്രദായത്തിലൂടെ അവരുടെ വിശദാംശങ്ങൾ പരിശോധിച്ച് രേഖപ്പെടുത്തി അവർക്കാവശ്യമായ മരുന്നുകൾ പ്രൈമറി ഹെൽത്ത് സെൻ്റർ വഴി മുൻകൂട്ടി ലഭിക്കാൻ ആവശ്യമായ സംവിധാനം ഒരുക്കുമോ? സർ, ഇത് സാധാരണ ഇൻറ്റൻറ്റ് നേരത്തെ എടുക്കുന്ന സമയത്ത് ആവശ്യകത അനുസരിച്ച് എടുത്തില്ലെങ്കിൽ മരുന്ന് പെട്ടെന്ന് കുറയുന്ന അവസ്ഥയുണ്ട്. ഇത്തവണ തന്നെ അങ്ങനെ ഒരു പ്രയാസം അനുഭവപ്പെടാൻ പോവുകയാണ്. കഴിഞ്ഞ തവണ എടുത്ത ഇൻറ്റൻറ്റ് മതിയാവാതെ വരുന്നതിൻ്റെ ഭാഗമായിട്ടൊരു ഷോർട്ടേജ് വരുമോ എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു. ഞങ്ങളിത് പരിഹരിക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഈ ഹെൽത്ത് വരുന്ന സമയത്തുള്ള എളുപ്പം എന്താണെന്ന് വെച്ചാൽ, ഓരോ ഹോസ്പിറ്റലുമായിട്ടും ബന്ധപ്പെടുന്നതിനാൽ അവിടെയുള്ള മരുന്നിൻ്റെ ഷോർട്ടേജ് അടക്കം വളരെ പെട്ടെന്ന് മനസ്സിലാക്കുന്നതിനും KMCL-ഉമായിട്ട് ബന്ധപ്പെടുന്നതിനും എളുപ്പമുണ്ടാകും. അതനുസരിച്ച് മരുന്നിൻ്റെ സപ്ലൈ വർദ്ധിപ്പിക്കുന്നതിന് സാധിക്കും. മാത്രമല്ല, സർക്കാരിൻ്റെ സഹായ പദ്ധതികൾ ഒരു ഏകജാലക സിസ്റ്റം പോലെ ഒരുമിച്ച് ലഭ്യമാകുന്നതിനാൽ പേഷ്യൻറ്റിന് ഏത് സഹായ പദ്ധതിയിലാണ് താൻ ഉൾക്കൊള്ളുക എന്ന് മനസ്സിലാക്കാനും
ഈ ഹെൽത്ത് പദ്ധതി സഹായകമാകും. അത് മനസ്സിലാക്കുന്ന മുറയ്ക്ക് അത്തരം സഹായങ്ങൾ ലഭ്യമാക്കി കൊടുക്കുവാൻ എളുപ്പമാകും. മരുന്നിൻ്റെ ഷോർട്ടേജും മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ബഹുമാനപ്പെട്ട മെമ്പർ പറഞ്ഞതുപോലെ ഈ രോഗികൾക്ക് ആവശ്യമായ മരുന്ന് കൃത്യസമയത്ത് ലഭ്യമാക്കുന്നതിനും ഈ ഹെൽത്ത് പദ്ധതി സഹായകമാകും.